അപ്പോൾ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു അടിപൊളി വിഭവമാണ് വരുന്നത്, ചക്ക എരിശ്ശേരി. എല്ലായിടത്തും എന്താ പറയുന്നത് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ചക്ക എരിശ്ശേരി എന്നാണ് പറയുന്നത്. നമുക്ക് നമ്മുടെ ചക്കയ്ക്കകത്ത് ഇടാവുള്ളേ തേങ്ങ ഇങ്ങനെ വറക്കുക, നല്ല സൂപ്പറായിട്ട്. അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് നമ്മുടെ ഈ ചക്ക എരിശ്ശേരിക്കകത്ത് ഏറ്റവും മുഖ്യ ഘടകമെന്ന് പറയുന്നത് നമ്മുടെ ഈ തേങ്ങ വറുത്തിടുന്നത് കേട്ടോ. ഇതില്ലെങ്കിൽ അതൊന്നുമല്ല. ഈ സാധനം ഇങ്ങനെ അങ്ങോട്ട് ചുമന്ന് വരണം, അതങ്ങോട്ട് ഇങ്ങനെ ചക്കരിശിക്കകത്ത് കൂടെ വാരി ഇങ്ങോട്ട് വിതറണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇത് എന്നിട്ട് ആ വറുത്ത തേങ്ങ എടുത്തിട്ട് നമ്മളിങ്ങനെ ചട്ടിക്കകത്തിട്ട് അങ്ങോട്ട് കടു വറുത്ത് അതിൽ അങ്ങോട്ട് താളിച്ചിട്ട് നമ്മുടെ ചക്കരിശിക്കകത്തോട്ട് ഇങ്ങനെ കോരി അങ്ങോട്ട് വീഴ്ത്തണം. കണ്ടില്ലേ? ഒരു രക്ഷയില്ല. കണ്ടില്ലേ? ഇതിനെ കൊണ്ട് എടുത്ത് ഒരു പാത്രത്തിൽ അങ്ങോട്ട് മാറ്റിയിട്ട് ഒരു കീറങ്ങോട്ട് കീറിയാണല്ലോ എൻ്റെ അമ്മൂ. അങ്ങനെ നമ്മൾ ചക്കയൊക്കെ അടത്തി നല്ല അടിപൊളി എരിശ്ശേരി ഉണ്ടാക്കി. ഇപ്പോൾ എരിശ്ശേരി എന്ന് പറയുന്നത് എല്ലായിടത്തും എന്താ പറയുന്നത് എനിക്കതില്ല. ഞങ്ങളുടെ കൊല്ലക്കാർ പറയുന്നത് ഇതിനെ ചക്ക എരിശ്ശേരി എന്ന് പറയും. നല്ല ഇന്നത്തെ സൺഡേ സ്പെഷ്യലാണ് ചക്ക എരിശ്ശേരി. വലിയ ഐറ്റംസ് ഒന്നുമില്ല. നമ്മുടെ കേരച്ചൂര വറുത്തമുണ്ട്, പിന്നെ നമ്മുടെ അച്ചാർ നല്ല കോമ്പിനേഷനാണ്. പിന്നെ അല്പം നമ്മുടെ ചുമന്നരി നല്ല സൂപ്പർ റൈസ് അതുണ്ട്. ഒന്ന് നമ്മുടെ എരിശ്ശേരി ഒന്ന് ടേസ്റ്റ് നോക്കല്ലേ. ആരും കൊതി വരില്ല കേട്ടോ. അതുകൊണ്ട് ആവശ്യമില്ല, അറിയാമല്ലോ. സൂപ്പറായുണ്ട്. അപ്പം അച്ചാറ് കൂടെ ഇങ്ങോട്ട് വെച്ച് അതും കൂട്ടിയേ എന്നാ ടേസ്റ്റ്. ആ തേങ്ങ വറുത്തതിൻ്റെ ടേസ്റ്റും ആ കടുവറുത്തതിൻ്റെ ഫ്ലേവറും ഒക്കെ ആയിട്ട് നല്ല അട്ടിപ്പൊളി. ആരും കൊതി വരില്ല കേട്ടോ പ്ലീസ്. ഇവിടുത്തെ അല്പം ചോറിനും കേട്ടോ. അല്പം ചോറ് ഇട്ട് ഇച്ചിരി മാങ്ങ അച്ചാറും ഇങ്ങോട്ട് ഒഴിച്ച് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടെ ആണിങ്ങനെ കേരച്ചൂര. നമുക്ക് ഫോർമാറ്റ് ഒന്നും വേണ്ട, നമുക്ക് കൈ കൊണ്ട് അതിനടുത്ത് നമ്മൾ നല്ല പറയാൻ വാക്കില്ല. എന്താ കോമ്പിനേഷൻ, പൊളിക്കും. കേരച്ചൂര എല്ലാവരും കഴിക്കുന്നതാണ്, ചോറും കഴിക്കുന്നതാ, അച്ചാറും കഴിക്കുന്നത്. പക്ഷെ ഈ സാധനം നമ്മുടെ അടിപൊളി ചക്ക എരിശ്ശേരി പറയാൻ ഒരു വാക്കുമില്ല. എല്ലാവരും ഒന്ന് വീട്ടിലേക്ക് ഉള്ളവർക്കൊക്കെ ഒന്ന് വെച്ച് ട്രൈ ചെയ്യുക. ഞാൻ ഉണ്ടാക്കുന്നത് കാണിച്ചില്ലായിരുന്നു. അതിനകത്ത് ഈ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നിൽക്കുന്നത് നമ്മൾ തേങ്ങ വറുത്തിടും. ആ വറുത്തിടും തേങ്ങയും പിന്നെ കടു വറക്കുന്നൊരു സംഭവമുണ്ട്, ഈ മുളകും കറിവേപ്പിലൊക്കെയാണ്. അതാണ് അതിൻ്റെ റിയൽ ഫ്ലേവർ വരുന്നത്. പുതിയല്ലോ കേട്ടോ. ചേഴ്സ്, ബൈ.